കഴിഞ്ഞ വർഷം കേരളത്തിൽ 5 പുതിയ നഴ്സിംഗ് കോളേജുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിലൊന്നും തൃത്താലയിലാണ്. ആ നഴ്സിംഗ് കോളേജും എല്ലാ അനുമതികളും കിട്ടി. ഇപ്പോ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത അധ്യയന വർഷം എന്ന് പറഞ്ഞാൽ മെയ്ക്ക് ശേഷമുള്ള അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തൃത്താല ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ കുട്ടികൾ പഠിക്കും. UDF-കാർ ഇപ്പോഴേ അഡ്മിഷൻ അന്വേഷിച്ച് പോകുന്നുണ്ട്. മാർച്ച് മാസത്തിൽ ഒരിടത്തും ക്ലാസ് ആരംഭിക്കില്ല എന്ന മിനിമം ധാരണ അവർക്കുണ്ടാവണം. മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ സ്കൂളും കോളേജൊക്കെ അടയ്ക്കുന്ന കാലമാണ്. അപ്പൊ അഡ്മിഷൻ അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. പക്ഷെ UDF-കാർ നിരാശപ്പെടേണ്ട. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ് തുറക്കുന്ന അധ്യയന വർഷത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് തൃത്താല ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ അപേക്ഷിക്കാം. പിന്നെ അതിന് ഓട്ടോറിക്ഷ പിടിച്ച് നേരിട്ട് പോകേണ്ട കാര്യമില്ല. അത് പഴയ ഇരുണ്ട കാലത്താണ്. ഇപ്പൊ അഡ്മിഷൻ മുഴുവൻ ഓൺലൈനാണ്. കേരളത്തിൽ +2 അഡ്മിഷനും കോളേജ് അഡ്മിഷനും ഒക്കെ ഓൺലൈനാണ്. ആരും ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടുമെന്ന് പോയി ചോദിക്കുന്നില്ല. ആ കാലം ഉണ്ടായിരുന്നു. പാഠപുസ്തകം ഓണത്തിന് പോലും കിട്ടാത്തൊരു കാലം. ഓണം നേരത്തെ വന്നതിന് ഞാനെന്ത് പിഴച്ചു എന്ന് പ്രതികരിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്ന കാലം. ആ കാലം 10 കൊല്ലം മുമ്പ് അവസാനിച്ചു.